ഈ കേസ് അങ്ങനെയാണോ? നിങ്ങൾ എല്ലാം ഒരുപോലെയാണോ? ഇത് അല്ലല്ലോ. അതിൻ്റെയൊക്കെ പരിധി വിട്ടുപോയി. അതാണ് സംഭവം. ഇത് എല്ലാ പരിധിയും വിട്ടുപോയ ഞാൻ സത്യം പറഞ്ഞ അങ്ങനെ ഞാൻ പറയുന്നില്ല. കാരണം അത് അങ്ങനെ പറഞ്ഞുകൂടാ. എന്താ വെച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്നില്ല ഇങ്ങനൊരു പെരുമാറ്റം. രാഹുൽ മാങ്കൂട്ടത്തിനായാലും മൂന്നാമതൊരാളിൽ നിന്നായാലും നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഓരോ പ്രസ്ഥാനവും സ്വീകരിക്കുന്ന നിലപാടുകളുടെ പ്രശ്നം. ഓരോന്നിലും നമുക്ക് നിലപാടുകൾ സ്വീകരിക്കാൻ പറ്റും. ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാർട്ടിയിൽ ഇപ്പോൾ ഏത് പ്രസ്ഥാനത്തിനകത്തും ഇത്തരം പ്രശ്നങ്ങൾ ഉയർന്നു വന്നാൽ അപ്പോൾ അക്കാര്യത്തിൽ നടപടികൾ സ്വീകരിക്കുക, സംവിധാനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുകേഷിനെതിരെ നിയമപരമായ നടപടി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിയമപരമായിട്ട് ഒരു നടപടി എടുത്തിട്ടില്ലേ? അങ്ങനെ ചെയ്യാം. ഇത് പരിധി വിട്ട കേസാ. അതെ 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 എ വിജയരാഘവൻ, CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം പറഞ്ഞ എ വിജയരാഘവൻ പറഞ്ഞ കാര്യത്തോട് ഞാൻ 100% യോജിക്കുന്നു. ഇത് രണ്ടും ഒരുപോലെയല്ല. ഒരിക്കലും ഇത് രണ്ടും ഒരുപോലെയല്ല. ഇത് പരിധി വിട്ട കാര്യമാണ്. വളരെ കറക്റ്റാണ്. വിജയരാഘവൻ പറഞ്ഞത് കറക്റ്റാണ്. ഓരോ പ്രസ്ഥാനത്തിനനുസരിച്ചാണ് അതിന്റെ നടപടി എടുക്കുന്നത്. ആ കാര്യത്തിലും കറക്റ്റാണ്. വിജയരാഘവൻ പക്കയായി പറഞ്ഞിട്ടുണ്ട്. അതിൽ ഞാൻ വിജയരാഘവനോട് യോജിക്കുകയാണ്. 100% വിജയരാഘവനോട് ഒപ്പമാണ് ഈ കാര്യത്തിൽ. അതെ, രാഹുലിനെതിരെയുള്ള കേസ് എന്താണ്? രാഹുലിനെതിരെ പരാതിക്കാരുണ്ടോ? ഇല്ല. തെളിവുകളുണ്ടോ? ഇല്ല. FIR ഉണ്ടോ? ഇല്ല. അന്വേഷണം എന്തായി? അന്വേഷണം വഴിമുട്ടി നിൽക്കുന്നു. എന്നാൽ മുകേഷിനെതിരെയോ പരാതിക്കാരുണ്ടോ? പരാതിക്കാരുണ്ട്. തെളിവുകളുണ്ടോ? തെളിവുകളുണ്ട്. FIR ഉണ്ടോ? FIR ഉണ്ട്. അറസ്റ്റ് ഉണ്ടായിട്ടുണ്ടോ? അറസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. ജാമ്യത്തിൽ വിട്ടയച്ചിട്ടുണ്ടോ? ജാമ്യത്തിൽ വിട്ടയച്ചിട്ടുണ്ട്. അപ്പോ ഇത് രണ്ടും രണ്ട് എക്സ്ട്രീമിൽ നിൽക്കുന്ന കാര്യമാണ്. ഒരുപോലെയല്ല. ആ കാര്യത്തിൽ പറഞ്ഞ കാര്യത്തിൽ ഞാൻ വിജയരാഘവനോടൊപ്പമാണ്. ഒരിക്കലും ഈ രണ്ട് കേസുകളെ കമ്പയർ ചെയ്യാൻ പാടില്ല. കാരണം രാഹുലിനെതിരെ ഒരു പരാതിക്കാരെ കണ്ടെത്താൻ പോലും കഴിഞ്ഞിട്ടില്ല. പിന്നെ മാധ്യമങ്ങളിൽ വന്ന ആരോപണം ഉന്നയിച്ചയാൾ, ഉന്നയിച്ചയാൾ എന്നെ പറയുന്നു എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന്. എന്നിട്ട് അവർ പോയിട്ട് മൊഴി കൊടുക്കുന്നു. മൊഴി കൊടുത്തിട്ട് കുറച്ച് സ്ക്രീൻഷോട്ടുകളും അന്വേഷണ ഉദ്യോഗസ്ഥർ കൈമാറുന്നു. ഇത് രണ്ടും വെച്ചിട്ട് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. അല്ലെങ്കിൽ അവരുടെ മൊഴി അനുസരിച്ച് രാഹുൽ പീഡിപ്പിച്ചു എന്നൊരു കാര്യമില്ല. അവർ നൽകിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലും രാഹുൽ പീഡിപ്പിച്ചു എന്നുള്ള കാര്യമില്ല. അപ്പോൾ രാഹുൽ ആരെയും പീഡിപ്പിച്ചിട്ടില്ല. മുകേഷ് ആണെങ്കിലോ, മുകേഷ് പീഡിപ്പിച്ചിട്ടുണ്ട്. പീഡിപ്പിച്ച പരാതിക്കാർ കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസിന്മേൽ FIR ഉണ്ട്. ആ കേസിന്മേൽ മുകേഷിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മുൻകൂർ ജാമ്യം ഉള്ളത് കൊണ്ട് ജാമ്യത്തിൽ വിട്ടയക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ പ്രസ്ഥാനങ്ങൾ എടുക്കുന്ന നിലപാടുകൾ മുകേഷിനെതിരെ പരാതി ഉണ്ടായി, പരാതിക്കാരി ഉണ്ടായി, തെളിവുണ്ടായി, അറസ്റ്റ് ഉണ്ടായി. എന്നിട്ട് മുകേഷ് ഇപ്പോഴും എന്ത് ചെയ്യുന്നു? ഒരു നടപടിയും ഇല്ല മുകേഷിനെതിരെ. രാഹുലിനെതിരെ ആരോപണങ്ങൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. പരാതിക്കാരി ഉണ്ടായിട്ടില്ല, തെളിവുകൾ ഉണ്ടായിട്ടില്ല, FIR ഉണ്ടായിട്ടില്ല. അന്വേഷണ ഉദ്യോഗസ്ഥർ രാഹുലിനെ വിളിച്ച് ചോദ്യം ചെയ്തിട്ടില്ല, രാഹുലിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനത്തെ ഒരു കേസിൽ, അങ്ങനത്തെ ഒരു ആരോപണത്തിൽ പോലും പാർട്ടി അയാൾക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട്. അയാളെ പാർട്ടിയിൽ നിന്ന് വരെ പുറത്താക്കിയിട്ടുണ്ട്. CPM മുകേഷിനെ പാർട്ടിയിൽ നിന്ന് പോലും പുറത്താക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് വന്ന ലോക്സഭാ ഇലക്ഷനിൽ 2024 മുകേഷിന് മത്സരിക്കുവാൻ സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കുകയും അവസരം കൊടുക്കുകയും ചെയ്ത വ്യക്തിയാണ് ആര്? ഈ പറയുന്ന സഖാക്കൾ എന്ന് പറയുന്നത്. അപ്പോ ഇത് രണ്ടും ഒരുപോലെയല്ല. ആ പറഞ്ഞത് കറക്റ്റാണ്. വിജയരാഘവൻ പറഞ്ഞ കാര്യം അച്ചിട്ട് ശരിയാണ്. ഒരു തർക്കവുമില്ല. പിന്നെ പ്രസ്ഥാനങ്ങൾക്കനുസരിച്ചാണ് അവർ നടപടിക്കുന്നത്. പ്രസ്ഥാനം കോൺഗ്രസ് കുറച്ചും കൂടി മാന്യമായ പ്രസ്ഥാനമായതുകൊണ്ട് രാഹുലിനെതിരെ ആരോപണം ഉയർന്നപ്പോൾ രണ്ടിലൊന്ന് ചിന്തിക്കാതെ, ആരോപണത്തിന്റെ നിജസ്ഥിതിയോ അതിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളെ കുറിച്ചോ ആലോചിക്കുകയോ ന്യായീകരിക്കുകയോ ചെയ്യാതെ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. പ്രസ്ഥാനം ഉചിതമായ തീരുമാനമെടുത്തു. സഖാക്കളാണെങ്കിലോ കക്ഷത്തിൽ കൊണ്ടുവച്ച് നടക്കുന്നു. മുകേഷ് മാത്രമല്ല കേട്ടോ, P ശശിയുണ്ട്, PK ശശിയുണ്ട്, കടകംപള്ളി സുരേന്ദ്രനുണ്ട്, തോമസ് ഐസക്കുണ്ട്, P ശ്രീരാമകൃഷ്ണനുണ്ട്, AK ശശീന്ദ്രനുണ്ട്, ഗണേഷ് കുമാറുണ്ട്, ഒക്കെയുണ്ട്. എല്ലാവരെയും കക്ഷത്തിൽ കൊണ്ടു നടക്കുന്നു. ആർക്കെതിരെയും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. പിന്നെ ഉണ്ടായ നടപടി എന്താ? PK ശശിയുടെ കാര്യത്തിൽ മാത്രം PK ശ്രീമതിയും AK ബാലനും ചേർന്ന് ഒരു മെഷീനുമായി പോയിട്ട് തീവ്രത അളന്നു എന്ന് പറഞ്ഞാൽ എത്ര ഇഞ്ചാണ് അകത്തോട്ട് കയറിയത്, എത്ര ഇഞ്ച് പുറത്തു വന്നു, എത്ര തുള്ളി അകത്തോട്ട് പോയി, എത്ര തുള്ളി പുറത്തു പോയി എന്നുള്ള ഈ തീവ്രത അളന്നു. അതാണ് PK ശ്രീമതിയും AK ബാലനും ചെയ്തത്. അപ്പോ ഈ കാര്യത്തിൽ ഞാൻ വിജയരാഘവനോടൊപ്പമാണ്. ഒരുപോലെ അല്ല. ആ കാര്യങ്ങൾ നമ്മൾക്ക് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. എങ്ങനെ കമ്പയർ ചെയ്യും? ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല.
ഷുവർ, ഫോർ ഷുവർ, ഒരു സംശയവുമില്ല. രാഹുലിനെതിരെ ഉണ്ടായിരിക്കുന്ന ആരോപണങ്ങൾ അത് വെറും ആരോപണങ്ങൾ, അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ, അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ. അതുകൊണ്ടല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, കേരളത്തിന്റെ ചരിത്രത്തിൽ, കേരളത്തിന്റെ പോലീസിന്റെ ചരിത്രത്തിൽ പരാതി നൽകിയിട്ടും ഇത്തരം പീഡനങ്ങൾക്ക്, സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങളിൽ സ്ത്രീകൾ പരാതി നൽകിയിട്ടും കേസുകൾ എടുക്കാതെ, അന്വേഷിക്കാതെ എത്രയോ പരാതികൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അന്വേഷണം പോലും നടത്താൻ പോലീസ് തയ്യാറാവാതെ പോലീസ് കേസ് ഒത്തുതീർപ്പാക്കിയ ഒരുപാട് കേസുകളുണ്ട്. എന്നാൽ മുകേഷിന്റെ കാര്യത്തിലോ പോലീസ് അന്വേഷിച്ചു, FIR ഇട്ടു, അയാളെ അറസ്റ്റ് ചെയ്തു, മുൻകൂർ ജാമ്യം ഉള്ളത് കൊണ്ട് മുകേഷിനെ അറസ്റ്റ് ചെയ്തു, ജാമ്യത്തിൽ വിട്ടു. ഇതാണല്ലോ മുകേഷിന്റെ കാര്യത്തിൽ സംഭവിച്ചത്. എന്താ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലോ? ഒരു പരാതിക്കാർ ഇല്ലാതെ ഇരുന്നിട്ട് പോലും മൂന്നാം കക്ഷികളായ സഖാക്കളായിട്ടുള്ള പലരും അവിടുന്നും ഇവിടുന്നും ഒക്കെ പരാതി നൽകിയിട്ടും ആ പരാതിയിന്മേൽ അന്വേഷണം നടത്തി മുന്നോട്ട് പോകാൻ കഴിയാതെ കേരളത്തിന്റെ തെരുവുകളിൽ ഇറങ്ങി പരാതിക്കാരെ ഉണ്ടോ, സാങ്കല്പിക പരാതിക്കാരെ ഉണ്ടാക്കുവാനുള്ള തത്രപ്പാടിലായിരുന്നു പോലീസ്. എന്നിട്ട് അതിനും സാധിക്കാതെ വന്നപ്പോൾ മാധ്യമങ്ങളിലൂടെ ആരോപണങ്ങൾ ഉന്നയിച്ച യുവതികളുമായി ബന്ധപ്പെട്ടു. ആ യുവതികൾ പറഞ്ഞു, ഞങ്ങൾ മൊഴി നൽകാനില്ല, ഞങ്ങൾ പരാതി നൽകാനില്ല, ഞങ്ങൾക്ക് ഇതുമായി നിയമ നടപടിയുമായി മുന്നോട്ട് പോകേണ്ട കാര്യമില്ല എന്ന് അവർ അറിയിച്ചു. അതിൽ ഒരു സ്ത്രീ മൊഴി നൽകാൻ ഞാൻ സമ്മതമാണ്, ബട്ട് എനിക്ക് പരാതിയില്ല എന്നായി. അങ്ങനെ അവർ മൊഴി നൽകി. അവർ നൽകിയ മൊഴിക്ക് അടിസ്ഥാനമായ ചില സ്ക്രീൻഷോട്ടുകളും അവർ സമർപ്പിച്ചു. ഇത് രണ്ടും കണ്ട ഉടനെ പോലീസിന് തന്നെ, അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് തന്നെ മനസ്സിലായി ഈ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന്. എന്നാലും എവിടെയെങ്കിലും നിയമത്തിന്റെ വല്ല പഴുതുകളും ഉണ്ടാകുമോ എന്നറിയാൻ വേണ്ടി പോലീസ് ഈ നൽകിയ മൊഴിയും ഈ നൽകിയിരിക്കുന്ന സ്ക്രീൻഷോട്ടുകളും എടുത്തുകൊണ്ട് ചില നിയമവിദഗ്ധരെ പോയി കണ്ടു. ആ നിയമവിദഗ്ധർ ഈ സ്ക്രീൻഷോട്ടും ഈ നൽകിയിരിക്കുന്ന മൊഴിയും കണ്ടിട്ട് അവർ പറഞ്ഞു, ഇതുമായി നമ്മൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, അവരെ വേണമെങ്കിൽ സാക്ഷിയാവാം. ആദ്യമായിട്ടാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ പരാതിക്കാരില്ലാത്ത സാക്ഷികൾ മാത്രമുള്ള ഒരു പരാതി, തെളിവുകളില്ലാത്ത സാക്ഷികൾ മാത്രമുള്ള ഒരു പരാതി. സാക്ഷി എന്ന് പറയുമ്പോൾ ഇവരെന്താ രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിക്കുന്നത് ലൈവായിട്ട് കണ്ടോ? അതില്ല. അവർക്ക് എന്താ ഉള്ളത്? അവർക്കൊരു പരാതിയുമില്ല. അവർ പിന്നെ എന്തിനാണ് ആരോപണങ്ങൾ ഉന്നയിച്ചത്? ആരോപണം ഉന്നയിച്ച അന്ന് വൈകുന്നേരം, അന്ന് രാത്രി മനോരമ ന്യൂസിൽ ഇരുന്നു കൊണ്ട് ഈ ആരോപണം ഉന്നയിച്ച ഈ യുവതി പറഞ്ഞില്ലേ, എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ല പറഞ്ഞില്ലേ? പിന്നെ എന്തിനാണ് ഇവർ ആരോപണം ഉന്നയിച്ചത്? ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത ഇവർ എന്തടിസ്ഥാനത്തിൽ ആരോപണം ഉന്നയിച്ചത്? അതാണ് ഞാൻ പറഞ്ഞത്. ഇത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളും മുകേഷിനെതിരെയുള്ള കേസും രണ്ടും രണ്ടാണ്. രാഹുലിനെതിരെ ഉള്ളത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ മാത്രമാണ്. മുകേഷിനെതിരെ ഉള്ളത് പക്ക റേപ്പ് കേസാണ്, ബലാത്സംഗ കേസ്, പീഡന കേസ് അല്ലേ? അതുകൊണ്ടല്ലേ മുകേഷിനെ അറസ്റ്റ് ചെയ്തത് പോലീസ് അറസ്റ്റ് ചെയ്തു. മുൻകൂർ ജാമ്യം ഹൈക്കോടതി അനുവദിച്ചുകൊണ്ട് അയാൾക്ക് ജാമ്യം ഉള്ളത് കൊണ്ട് അയാളെ അറസ്റ്റ് രേഖപ്പെടുത്തി അയാളെ ജാമ്യത്തിൽ വിട്ടു. ഇപ്പോഴും കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. FIR ഉണ്ട്, കോടതിയുടെ സമക്ഷത്തിൽ കേസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി ഇത് കേസ് അന്വേഷണം കഴിയുമ്പോൾ അത് വേറെ രീതിയിലേക്ക് മാറും, അത് മറ്റേ വർഷം. കാരണം ഇപ്പൊ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നവരാരാ? ഈ മുകേഷിന്റെ പോലീസ് തന്നെയാണ് അന്വേഷിക്കുന്നത്. പിണറായി വിജയന്റെ പോലീസാണല്ലോ അന്വേഷിക്കുന്നത്. കാര്യങ്ങൾ വേറെ വഴിക്ക് പോകുമെന്നുള്ള കാര്യത്തിലൊന്നും ഒരു തർക്കവുമില്ല. അപ്പോ ഇപ്പൊ വിജയരാഘവൻ പറഞ്ഞ, പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവൻ പറഞ്ഞ ഈ കാര്യത്തോട് ഞാൻ 100% യോജിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളും മുകേഷിന്റെ പേരിൽ നടക്കുന്ന കേസുകളും നിയമ നടപടികളും ഒരുപോലെയല്ല. പ്രസ്ഥാനം കോൺഗ്രസിന്റെ അന്തസ് കാണിച്ചിട്ടുണ്ട്. ഈ കാര്യത്തിൽ രാഹുലിനെ പ്രാഥമിക അംഗത്തിൽ നിന്നും പോലും പുറത്താക്കിയിട്ടുണ്ട്. ബട്ട് സഖാക്കൾ അതിന് പോലും തയ്യാറായിട്ടില്ല. സഖാക്കൾ അത് കഴിഞ്ഞിട്ടും മുകേഷിന് വീണ്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനുള്ള കളമൊരുക്കി കൊടുക്കുകയും അയാളെ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്യുകയും മാത്രമല്ല അയാളെ സംരക്ഷിച്ച് പിടിക്കുകയുമാണ് സഖാക്കൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ കോലാഹലങ്ങൾ സൃഷ്ടിച്ചത്, ഇത്തരത്തിൽ വിവാദങ്ങൾ ഉണ്ടാക്കിയത്? രാഹുൽ മാങ്കൂട്ടത്തിനെ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ വ്യക്തിഹത്യ നടത്തിയത്? അയാൾക്കെതിരെ എന്തിനാണ് ഇത്തരത്തിൽ സൈബർ ആക്രമണങ്ങളും മാധ്യമ വിചാരണയും മാധ്യമ വേട്ടയാടലുകളും നടത്തിയത് എന്നുള്ള ചോദ്യം അവിടെ ബാക്കിയാവുകയാണ്. കാരണം എല്ലാ അർത്ഥം കൊണ്ടും ഒരു പരാതിക്കാരെയോ ഒരു തെളിവോ ഒന്നും കണ്ടെത്താനോ
ഉണ്ടാക്കിയെടുക്കുവാൻ പോലും പോലീസിന് കഴിയാത്ത അവസരത്തിൽ, അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കഴിയാത്ത അവസരത്തിൽ അയാൾക്കെതിരെ ഈ നടത്തിയിരിക്കുന്ന മാധ്യമ വിചാരണ എന്തിനു വേണ്ടിയിട്ടായിരുന്നു, അയാൾക്കെതിരെ ഈ നടത്തിയിരിക്കുന്ന വേട്ടയാടലുകൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കേണ്ടതുണ്ട്. ഇല്ലേ? ഉണ്ട്. അപ്പോ ഈ കാര്യത്തിൽ കോൺഗ്രസും CPM-ഉം രണ്ടും രണ്ട് തട്ടിൽ തന്നെയാണ്. കോൺഗ്രസ് അവരുടെ അനുയോജ്യമായ വളരെ ഉചിതമായ തീരുമാനങ്ങളും നടപടികളുമാണ്, മാതൃകാപരമായ നടപടികളാണ് കോൺഗ്രസ് എടുത്തിട്ടുള്ളത്. CPM-നും സഖാക്കൾക്കും ഇതിലേറെ ആരോപണങ്ങൾ ഉണ്ടായിട്ടും, ഇതിലേറെ FIR രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിലേക്ക് പോലും കടന്നിട്ടും പീഡന വീരന്മാരെ, ബലാത്സംഗ വീരന്മാരെ, റേപ്പ് കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളെ ഇപ്പോഴും സംരക്ഷിച്ച് നടക്കുന്നു. ഇതാണ് കോൺഗ്രസും CPM-ഉം തമ്മിലുള്ള വ്യത്യാസം എന്ന് മാത്രമല്ല, മാതൃകയാക്കേണ്ട പ്രവർത്തനമാണ് കോൺഗ്രസ് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അത്രയും സമുന്നതനായ അക്സെപ്റ്റൻസ് ഉള്ള ഒരു നേതാവിനെതിരെ ഒരു അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോലും, അത് അടിസ്ഥാനരഹിതമാണെന്ന് മനസ്സിലാക്കിയിട്ട് പോലും ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ പാർട്ടിയിൽ നിന്ന് അയാളെ മാറ്റി നിർത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതാണ് മാതൃക, ഇതാണ് വ്യത്യാസം. ഇതുകൊണ്ടാണ് വിജയരാഘവ പറയുന്നത് ഒരുപോലെ എല്ലാ 100% നിങ്ങൾ പറഞ്ഞതിന് കൂടെയാണ് എന്നുള്ളത്.